എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ആ കപ്പല് അത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക് ജമ്പ് ചെയ്യിപ്പിക്കുകയാണ്. കപ്പലാണെങ്കിൽ നല്ല ഫോഴ്സിൽ വെള്ളത്തിൽ അങ്ങനെ അടിച്ചു വീഴും. ഭാഗ്യത്തിന് നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് പരുക്കൊന്നും പറ്റില്ല. നാമിക്കാണെങ്കിൽ അവളുടെ കൺട്രോൾ പോവും. അവൾ ലൂഫിയെ അത്തേക്ക് പിടിച്ചു വലിച്ച് ഒരു കൂട്ടിൽ ലോക്ക് ചെയ്ത് പുറഞ്ച ഞെട്ടിക്കുകയാണ്. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യും? ഒന്നുമില്ലെങ്കിലും രണ്ട് ലേഡീസ് ഈ കപ്പലിലില്ലേ? നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടോ എന്ന് ചോദിച്ച് നിർത്താതെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 4 എംപറേഴ്സിൽ ഒരാളായ ോയെ തല്ലിക്കൊന്ന നമ്മുടെ ലൂഫിയാണ് അവൾ ഇപ്രകാരം ആഞ്ഞടിക്കുക. ജിംബയാണെങ്കിൽ ഇപ്പൊ നാമിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ, നൈസായിട്ട് ഒന്ന് അഡ്വഞ്ചർ ആക്കാൻ ശ്രമിച്ചതാണ്, ദയവ് ചെയ്ത് നീ അവനോട് ക്ഷമിക്കണം. അത് കേൾക്കേണ്ട താമസം നാമിയുടെ ബോഡിയിൽ നിന്ന് വമ്പം പവർ പുറത്തേക്ക് വരികയാണ്. കളർ ഓഫ് സുപ്രീം പവർ. അത് കണ്ട് നമ്മുടെ ജിംബയെ പോലും പേടിച്ചു പോകും. ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് നാമിയുടെ അടുത്തേക്ക് വന്ന് അവളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതേസമയം ആ കപ്പലുകൾ മൂന്നും അങ്ങനെ ജമ്പ് ചെയ്ത് വന്നത് ഒരു ഷോട്ടിൽ കാണിക്കും. ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പൊ ജിംബയോട് പറയും, നാമി ഇപ്പൊ ഫുൾ കലിപ്പിലാണ്. ഈ സമയത്ത് അവളോട് എന്തെങ്കിലും സംസാരിച്ച അവള് വളരെ മോശമായിട്ടായിരിക്കും പ്രതികരിക്കുക. അത് കേട്ട് ജിംബയും നൈസായിട്ട് അവിടുന്ന് സ്കിപ്പാവും. കട്ട് ചെയ്താ ഇവിടെ സോറോയ്ക്കാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. അവൻ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ആങ്കിയാണെങ്കിൽ അപ്പോഴും കപ്പലിന്റെ ചെറിയ അറ്റകുറ്റപ്പണികൾ അതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ പാവൻ ലൂഫി അവൻ ഒരുപാട് അടിയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ നാമിയെ നന്നായിട്ട് അറിയാം. ഇനിയും ഒരുപാട് പണിഷ് ചെയ്യാതെ അവനെ പട്ടിണിക്കിടാതെ അവൾ അടങ്ങില്ല. സോ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ തല താഴ്ത്തിയിരിക്കും. മറ്റൊരു ഭാഗത്ത് സാഞ്ചി ആണെങ്കിൽ കിച്ചണിൽ തിരക്കിട്ട ജോലിയിലാണ്. റോബിന് ഒരു നല്ല ഫുഡ് ഐറ്റം അതുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇപ്പൊ നമ്മുടെ ചെക്കന്റെ ലക്ഷ്യം. ഇവിടെ റോബിനാണെങ്കിൽ ആ ഒരു ബേർഡ് കൊണ്ടുവന്ന ന്യൂസ് അത് വായിക്കുകയാണ്. അതിൽ അവരുടെ എല്ലാവരുടെയും ന്യൂ ബൗണ്ടീസ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സാഞ്ചി ആണെങ്കിൽ ആവേശത്തിൽ അവളുടെ അടുത്തേക്ക് ഓടി വരും. അവന്റെ കാല് തന്നെ ഇപ്പൊ അവളുടെ ദേഹത്തേക്ക് വീഴുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ പേപ്പേഴ്സ് അതങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോയി താഴേക്ക് പറന്നു വീഴും. അപ്പോഴായിരിക്കും അവൾ പറയാ, ഇപ്പൊ ലൂഫിയുടെ അണ്ടറിൽ 5600 പൈററ്റ്സ് ഉണ്ട്. 9 ഒഫീഷ്യൽ പൈററ്റ്സും അവന്റെ അണ്ടറിലുണ്ട്. സോ ലൂഫി ഇപ്പോ അത്രയധികം പവർഫുള്ളും അത്രയധികം പ്രധാനപ്പെട്ടവനുമാണ്. എല്ലാവരും അവരവരുടെ ചെയ്ത വാണ്ടഡ് പോസ്റ്റേഴ്സ് അത് ചെക്ക് ചെയ്യും. ചോപ്പർ ആണെങ്കിൽ ഷോക്കാവും. 1000 ബൗണ്ടീസ് ആണ് ഇട്ടിരിക്കുന്നത്. അത് കണ്ട് അവന്റെ ദേഷ്യം കൂടി വരികയാണ്. ആക്ച്വലി ഉസോപ്പിന് 1000 ബൗണ്ടീസ് കൂടുകയാണ് ചെയ്തത്. പക്ഷെ അത് വളരെ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് അവൻ സാഡായിട്ട് നിൽക്കും. നാമിക്കാണെങ്കിൽ 366 ബില്യൺ. ഒരു സെക്കൻഡ് അത് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്ക് തന്നെ തോന്നും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബ്രൂക്ക് അവനാണെങ്കിൽ 383. അടുത്തതായിട്ട് ഫ്രാങ്കി അവനാണെങ്കിൽ 393. പക്ഷേ അതിലൊരു സാഡ് ഫാക്ടർ മറ്റൊന്നുമല്ല, ഫ്രാങ്കിയുടെ ഫോട്ടോയ്ക്ക് പകരം 1000 സണ്ണി കപ്പല് അതാണ് അതിൽ അച്ചടിച്ചിരിക്കുന്നത്. അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അതിലേക്ക് തന്നെ നോക്കും. അടുത്തതായിട്ട് ഉസോപ്പ് ആണെങ്കിൽ മനസ്സില്ലാ മനസ്സോടുകൂടെ അവന്റെ ബൗണ്ടി പോസ്റ്റ് നോക്കും. 500 ബില്യൺ. അവനാണെങ്കിൽ അത് കണ്ട് ഞെട്ടുകയാണ്. ഓ നോ, എനിക്ക് ഇത്രയും ബൗണ്ടിയുടെ വർത്തൊന്നുമില്ല, എനിക്ക് ഇതിൽ കൂടുതൽ ബൗണ്ടി വേണ്ട പറഞ്ഞ് അവൻ നിലവിളിക്കും. മറ്റൊരു ഭാഗത്ത് റോബിൻ അവൾക്കാണെങ്കിൽ 930 ബില്യൺ ബെറീസ് ആണ് ബൗണ്ടി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അവൾക്കും അത് കണ്ട് വലിയ അത്ഭുതം. ചോപ്പർ ആണെങ്കിൽ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാവരും വെറും ഒരു പെറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, എന്റെ ബൗണ്ടി പോലും വളരെ കുറവാണെന്ന് പറഞ്ഞ് അവൻ ബഹളം വെക്കും. ആഞ്ചിക്കാണെങ്കിൽ 1 ബില്യൺ 32. അവനാണെങ്കിൽ അത് കാണുമ്പോൾ ഒരല്പം സന്തോഷമൊക്കെ തോന്നും. ആഞ്ചിക്കാണെങ്കിൽ ഇപ്പൊ ജിംബയുടെ ബൗണ്ടി അത് എത്രയാണെന്ന് അറിയണം. അവൻ നൈസായിട്ട് ഒളിഞ്ഞു നോക്കും. 1.100 ബില്യൺ. അവൻ ഒരു സെക്കൻഡ് അത് കണ്ട് കൺട്രോൾ പോവും. ഓരോടെ ബൗണ്ടി അത് കാണുമ്പോഴായിരിക്കും സാഞ്ചിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് തന്നെ വരിക. 1.111 ബില്യൺ. അത് കണ്ട് അവനങ്ങനെ പൊട്ടിക്കരയാണ്. സോറോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. നിന്റെ സ്ഥാനം അതിപ്പോ 4ാമതാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കും. അവസാനമായിട്ട് ലൂഫിയുടെ ബൗണ്ടി അത് 3 ബില്യൺ. അത് കണ്ട് എല്ലാവരും ഫ്രീസ് ആവും. കട്ട് ചെയ്താ ഇപ്പോ ബഗ്ഗിയുടെ മാൻഷൻ കാണിക്കും. അവിടെ കടയിലിനെ കുറിച്ചും ഹോക്കായിനെ കുറിച്ചും അവർ പരസ്പരം സംസാരിക്കുകയാണ്. ആക്ച്വലി ഇവരെല്ലാവരും പഴയ വാരലാർട്സുകളായിരുന്നു. പക്ഷെ ഇപ്പൊ നേവി ആ ഒരു പദവി എടുത്തു കളഞ്ഞു. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ബഗ്ഗിയുടെ ആ റൂം കാണിക്കും. അവിടെയാണെങ്കിൽ അവർ രണ്ടുപേരും ചേർന്ന് ബഗ്ഗിയെ തൂക്കിയിട്ട് ഇടിക്കുകയാണ്. ആണെങ്കിൽ നിലവിളിച്ചു പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇവിടുന്ന് എടുക്കാം, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. ആക്ച്വലി അവർ രണ്ടുപേരും നേവിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബഗ്ഗിയുടെ ടീമിൽ വന്ന് ചേർന്നത്. ഒക്കടയിലാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ആക്ച്വലി ഈ ഒരു അലയൻസ് അത് ക്രിയേറ്റ് ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് എടുത്തത് നീയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ തല്ലിക്കൊല്ലും. ബഗ്ഗി ആണെങ്കിൽ അത് കേട്ട് പൊട്ടിക്കരഞ്ഞ് അവരുടെ കാലിൽ വീണ് കെഞ്ചുകയാണ്. അതേസമയം ആ നമ്പർ 3
അവനും ബഗ്ഗിയോടൊപ്പം തന്നെ ഉണ്ട്. ആക്ച്വലി അവൻ ഇതിനു മുൻപ് ക്രൊക്കഡൈലിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ക്രൊക്കഡൈലിനെ കാണേണ്ട താമസം അവൻ കാലുമാറി ക്രൊക്കഡൈലിന്റെ ടീമിൽ ചേർന്ന് ഇപ്പൊ ബഗ്ഗിയെ കുറ്റപ്പെടുത്തും. മാത്രമല്ല ബഗ്ഗിയുടെ അസിസ്റ്റൻസ് അവര് പോലും ബഗ്ഗിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം നന്നായിട്ട് അറിയാം അവരുടെ മാസ്റ്റർ ബഗ്ഗിയുടെ പവർ എന്താണെന്ന്. അതിനു മുൻപില് ബഗ്ഗിയുടെ ഓപ്പോസിറ്റ് ഉള്ളവരുടെ മുൻപിൽ ഒരിക്കലും ബഗ്ഗിയെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരും ഇപ്പൊ നൈസായിട്ട് കൂറുമാറി ബഗ്ഗിയെ കുറ്റപ്പെടുത്തുകയാണ്. ബഗ്ഗിക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഹോക്കായെ കാണിക്കും. അവനാണെങ്കിൽ നടന്ന കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ആലോചിക്കുകയാണ്. അവന്റെ വാർലോഡ് പദവി അത് എടുത്തു കളഞ്ഞതും അവിടേക്ക് നേവിക്കാര് റൗണ്ട് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. ആ സമയത്താണ് ക്രൊക്കഡൈൽ അവൻ റവറി മീറ്റിംഗിൽ ഇപ്രകാരം ഒരു നിർണായക തീരുമാനം ഉണ്ടായ കാര്യം അവനെ അറിയിച്ചത്. ഇതിനുശേഷം അവർ രണ്ടുപേരും ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തു. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബഗ്ഗി അവനാണെങ്കിൽ അവന്റെ ടീംസിനെ ബൂസ്റ്റ് ചെയ്യാണ്. നമ്മളാരും നേവിക്കാരെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ധീരന്മാരെ പോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബഗ്ഗി ആണെങ്കിൽ നൈസായിട്ട് അവന്റെ ടീംസിനെ ടിവിക്ക് മുൻപിൽ ഇട്ടുകൊടുത്ത് അവിടുന്ന് രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ നിമിഷമാണ് ക്രൊക്കഡൈലും അവന്റെ ടീമും അവിടേക്ക് വന്ന് നേവി കപ്പലിനെ അറ്റാക്ക് ചെയ്ത് ബഗ്ഗിയുമായിട്ട് ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാൻ അവിടേക്ക് എത്തിയത്. പക്ഷെ ബഗ്ഗിക്കാണെങ്കിൽ ക്രൊക്കഡൈലിനെ കാണുമ്പോൾ നല്ല ഭയം തോന്നും. കാരണം ഓൾറെഡി ഒരുപാട് പണവും സാധനങ്ങളൊക്കെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ അസിസ്റ്റൻസ് അവർക്ക് ഒരു രക്ഷകൻ വന്നു എന്ന് കരുതി സമാധാനിക്കുമ്പോൾ ഇവിടെ ബഗ്ഗിയാണെങ്കിൽ പേടിച്ചൊരു ഭാഗത്തേക്ക് മാറും. ക്രൊക്കഡൈൽ ബഗ്ഗിയുടെ അടുത്തേക്ക് വന്ന് ക്യാഷ്വലായിട്ട് സംസാരിക്കും. അതിനുശേഷം അവനെ അടിച്ചു തെറിപ്പിക്കും. എനിക്ക് തരാനുണ്ടായിരുന്ന സാധനങ്ങളും പണവും അതൊക്കെ എവിടെ, മര്യാദയ്ക്ക് അതെനിക്ക് തിരികെത്താം. ബഗ്ഗി ആണെങ്കിൽ അവനോട് റിക്വസ്റ്റ് ചെയ്യും. ആക്ച്വലി എന്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കെതിരായി തിരഞ്ഞ ഒരുപാട് അടയ്ക്കാനായിട്ട് ആ പണമൊക്കെ ഞാൻ ഉപയോഗിച്ചു. മാത്രമല്ല കുറെ ജയൻസുകളെ കൺട്രോൾ ചെയ്ത് ഞാൻ അവരിലൂടെ പണം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അവരെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്റെ പണം എനിക്ക് തിരികെ തരാൻ കഴിയാത്തത്. അതിനവനാണെങ്കിൽ തീർത്തു പറയും. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ എന്റെ അടിമയാക്കും. ഈ ആണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവുകയാണ്. അയ്യോ ഇല്ല, ഒന്നും അല്ലെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ആ ഇമ്പിൾ ടൗണിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ ഒരു സ്നേഹം നീ എന്നോട് കാണിക്കണം. ഉടനെ ക്രൊക്കഡൈലാണെങ്കിൽ ടെററായിട്ട് അവനെ നോക്കും. ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിനക്ക് ഞാൻ ഒരുപാട് പണം തന്ന് ഹെൽപ്പ് ചെയ്തത്. നീ എനിക്കത് തിരികെ തന്നില്ല. ഞാനിപ്പോൾ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സോ എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് അത് കിട്ടിയേ പറ്റൂ. അതിന് ബഗ്ഗി ആണെങ്കിൽ സിമ്പിളായിട്ട് പറയും, കുഴപ്പമില്ല, ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു എംപ്ലോയി ആയിരിക്കും. അതിലൂടെ നിനക്ക് എൻ്റെ പണം വസൂലാക്കാൻ പറ്റും. പ്രിന്റിങ്, ഡിസൈനിങ്, അഡ്വർടൈസ്മെന്റ് അതെല്ലാം ഞാൻ ഏറ്റവും പറഞ്ഞാണ് ബഗ്ഗി അത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ബഗ്ഗി അതിന്റെ ചീഫും ബാക്കിയുള്ള രണ്ടുപേര് അവരുടെ അസിസ്റ്റന്റും ആണെന്ന രീതിയിൽ പ്രിൻസ് എല്ലാം അടിച്ചിറക്കി ലോകത്തെ അറിയിച്ചു. അതാണ് ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും വലിയ അപമാനമായി തോന്നിയതും. അവര് ബഗ്ഗിയെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ഞ് തല്ലി അവനെ പണിഷ് ചെയ്യുന്നതും. ബഗ്ഗിയാണെങ്കിൽ അവരോട് കെഞ്ചും, ആക്ച്വലി ഇത് ചെയ്തത് ഞാനല്ല, എന്റെ അസിസ്റ്റൻസ് ആണ്. ആ മണ്ടന്മാരാണ് ഇങ്ങനെ ഒരു വലിയ മണ്ടത്തരം കാണിച്ചതെന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു പോസ്റ്റർ അത് ബഗ്ഗിക്ക് കാണിച്ചു കൊടുക്കും. ഓ നോ, നിങ്ങളിത് രീതിയിലാണോ പ്രിന്റ് ചെയ്തേ? എത്രയും വേഗം ഇത് മാറ്റി പ്രിന്റ് ചെയ്യണം. അതിനവര് പറയും, ഞങ്ങളിത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു, ലോകം മുഴുവനും ഡിസ്ട്രിബ്യൂട്ടും ചെയ്തു. ബഗ്ഗിക്കാണെങ്കിൽ അത് കേട്ട് താൻ മതിയെന്നാവും. നേവിക്കാരാണെങ്കിൽ ബഗ്ഗിക്കെതിരെ ഇപ്പോ വലിയൊരു തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. നേവിക്കാരാണെങ്കിൽ ക്രൊക്കഡൈലിന്റെ ബൗണ്ടി അത് ചെക്ക് ചെയ്യും. ക്രൊക്കഡൈലിന് 1,965,000,000 ബൗണ്ടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അവൻ അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ടിന്റെ പവറുള്ള ഒരാളാണ്. അടുത്തതായിട്ട് മിഹാക്ക് അവൻ്റെത് 3,590,000,000 ആണ് അവന്റെ ബൗണ്ടി. അവസാനമായിട്ട് ബഗ്ഗിയുടേത് 3,189,000,000 ആണ്. ഓൾമോസ്റ്റ് ലൂഫിയുടെ അടുത്ത് തന്നെയാണ് അവന്റെ ബൗണ്ടിയും. പക്ഷേ ബഗ്ഗി വെറും ഒരു ശിക്കാരിച്ചമ്പ് മാത്രമാണ്. ഇപ്പൊ അവൻ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ കടന്ന് പേടിച്ച് നിലവിളിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ബഗ്ഗിക്കാണെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നറിയില്ല. മിഹോക്കാണെങ്കിൽ ക്രൊക്കഡൈലിനോട് പറയും, ഇപ്പൊ ഈ ബഗ്ഗി അവൻ ഒരു എംബറാണ്. അതുകൊണ്ട് തന്നെ നേവിയുടെ ശ്രദ്ധ അത് മുഴുവനായിട്ടും അവന്റെ നേർക്കായിരിക്കും. നമുക്ക് ഇവനെ മുൻപിൽ നിർത്തി നമ്മുടെ പ്ലാനുകൾ അത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവർ ബഗ്ഗിയെ കൊണ്ട് തന്നെ ഒഫീഷ്യലി അവരുടെ അലയൻസ് അത് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.